ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ത്യയുടെ മൂന്നാം ടെസ്റ്റിന് മുന്നോടിയായി ഓസ്ട്രേലിയക്കെതിരെയുള്ള മൂന്നാം ടെസ്റ്റിന് മുന്നോടിയായി ടീമിൽ രണ്ട് മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് രോഹിത് ശർമ്മ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. അതുപോലെ തന്നെ ബാറ്റിംഗ് ഓർഡറിൽ ചേഞ്ചുകൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള അപ്ഡേറ്റ്സും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. രോഹിത് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ 6ാം സ്ഥാനത്ത് എന്നാണ് ഇറങ്ങിയിരുന്നത്. ആ ഒരു സ്ഥാനം മാറ്റി അദ്ദേഹം 3ാം സ്ഥാനത്ത് ഇറങ്ങും എന്നുള്ള കാര്യങ്ങളും ഇപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. 6ാം സ്ഥാനത്തൊക്കെ ഇറങ്ങിയ സമയത്ത് അദ്ദേഹം 3, 6, 10 എന്നീ റൺസുകൾ മാത്രമാണ് അദ്ദേഹത്തിന് സ്കോർ ചെയ്യാനായത്. എങ്കിൽ അദ്ദേഹം 3ാം സ്ഥാനത്ത് ഇറക്കുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ റൺസ് സ്കോർ ചെയ്യാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. KL രാഹുലിനെ ഓപ്പണിംഗ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ സാധ്യതയില്ല. അദ്ദേഹം മികച്ച രീതിയിൽ തന്നെ ബാറ്റ് ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിന് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതില്ല എന്നുള്ള കാര്യവും അവിടെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. രോഹിത് ശർമ്മ 3ാം സ്ഥാനത്ത് ഇറങ്ങുന്ന സാഹചര്യം വരുമ്പോൾ ശുഭ്മാൻ ഗില്ലാണ് 3ാം സ്ഥാനത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിനകത്ത് ഒരു വ്യത്യാസം വരും, അല്ലെങ്കിൽ പ്ലേയിങ് 11-ൽ നിന്ന് അദ്ദേഹം പുറത്താകും എന്നുള്ള അപ്ഡേറ്റ്സും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നു. 6ാം നമ്പറിൽ സ്ഥാനം പറയുന്നത് സർഫറാസ് ഖാനോ അതുപോലെ തന്നെ ധ്രുവ് ജുറയിലോ കളിക്കാനാണ് സാധ്യത എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പഠിച്ചെടുക്കണം. ബൈ.